ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം ബസിലിക്കയിൽ ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദുമാര്. എറണാകുളം അങ്കമാലി കത്തീഡ്രൽ ബസിലിക്കയിൽ പുതിയൊരു കൂനൻ കുരിശ് സത്യം. ഇതൊരു പ്രഖ്യാപനമാണ്. പ്രാണൻ കൊടുത്തും സുറിയാനി സഭയെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം. ജീവൻ കൊടുത്തും ഏകീകൃത കുർബാനയെ പ്രാബല്യത്തിലാക്കൂ എന്ന പ്രഖ്യാപനം. അതെ, ഇത് പുതിയൊരു കൂനൻ കുരിശ് സത്യമാണ്, സത്യപ്രവർത്തനമാണ്, സത്യപ്രതിജ്ഞയാണ്. ഈ സഭയെ കീറി മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരും കൂടെ ഇല്ലെങ്കിലും കർത്താവിൻ്റെ സഭയുടെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന പ്രതിജ്ഞയാണിത്, രക്തപ്രതിജ്ഞയാണിത്. എന്തിനാണ് അവർ അവിടെ സമ്മേളിച്ചത്? എങ്ങനെയാണ് അവർ അവിടെ സമ്മേളിച്ചത്? എന്ത് വികാരമാണ് അവരെ നയിച്ചത്? എന്താണ് അവർ തങ്ങളുടെ പ്രവൃത്തികളിലൂടെ പ്രഖ്യാപിച്ചത്? പള്ളികളിൽ വിളിച്ചു പറയാൻ വികാരി അച്ഛന്മാരില്ല നമ്മുടെ കൂടെ. കൂടെ നിൽക്കാൻ അച്ഛന്മാരില്ല, പിന്തുണയ്ക്കാൻ മെത്രാന്മാരില്ല, ഏകോപിപ്പിക്കാൻ സംഘടനകളില്ല, ചെലവഴിക്കാൻ സഭയുടെ പണമില്ല, പ്രോത്സാഹിപ്പിക്കാൻ സ്നേഹിതന്മാരില്ല. എന്നിട്ടും ഒരൊറ്റ ആഹ്വാനത്തിൽ 400ഓളം പേര് ഇന്നലെ എറണാകുളം ബസിലിക്കയിൽ ഒത്തുകൂടി. കൃത്യമായി പറഞ്ഞാൽ അവിടെ വെച്ചിരുന്ന രജിസ്റ്ററിൽ 307 പേര് രജിസ്റ്റർ ചെയ്തു. അവിടെ വന്നവർ പേരെഴുതി. 80ഓളം പേര് പേരെഴുതാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നവരെ പിന്തിരിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. അവരെ പരിഹസിക്കാൻ എണ്ണമറ്റ ആളുകൾ, ആക്ഷേപിക്കാൻ, കുറ്റം പറയാൻ ഒക്കെ ആളുകളുണ്ട്. വിമർശിക്കാനും ഇറങ്ങിപ്പോകാനും ആളുകളുണ്ട്. അവരെ തെണ്ടികളെന്നും ഗുണ്ടകളെന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇവരൊന്ന് തൊടാൻ പോലും കഴിയില്ല. എന്ത് വികാരമാണ് ഇവരെ നയിക്കുന്നത്? സർവാധിപത്യമാണ് ഇവരുടെ എതിരാളികൾ. പണത്തിന്റെ ഹുങ്കാണ് ഇവരുടെ പ്രതിയോഗികൾ. മത തീവ്രവാദമായി കൂട്ടുകെട്ടി സുറിയാനി സഭയെ ഒറ്റുകൊടുക്കുന്നവരാണ് ഇവരുടെ ശത്രുക്കള്. പോലീസിനെ ഉപയോഗിച്ച് തല്ലാനും കൊല്ലാനും അറസ്റ്റ് ചെയ്യിക്കാനും കഴിയുന്നവരാണ് ഇവരെ ഭരിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ജോലിയുള്ള ദിവസമായിട്ടും അവധി ദിവസമല്ലായിരുന്നിട്ടും കുടുംബത്തിൽ 100,000 കാര്യങ്ങൾ ഉണ്ടായിട്ടും പ്രായമോ ആരോഗ്യമോ നോക്കാതെ ഒരൊറ്റ ആഹ്വാനത്തിൽ 400ഓളം പേര് ഒത്തുകൂടി. എന്തിനാണ് അവർ അവിടെ സമ്മേളിച്ചത്? ഈശോ മിശിഹായിലുള്ള സത്യവിശ്വാസം പ്രഖ്യാപിക്കാൻ. ഈശോ മിശിഹായുടെ ശിഷ്യനായ തോമാസ് ലീഗ സ്ഥാപിച്ച സുറിയാനി കത്തോലിക്ക സഭയെ ഒരാൾക്കും ഒറ്റിക്കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന തീവ്രമായ വിശ്വാസ വികാരം, സുറിയാനി സഭയോടുള്ള കറകളഞ്ഞ സ്നേഹം. അതെ, കറകളഞ്ഞ സ്നേഹം. പ്രാണൻ കൊടുത്തും ഈ സഭയെ സംരക്ഷിക്കുമെന്ന ശപഥമാണ് അവർ ചെയ്തത്. ജീവൻ കൊടുത്തും സഭയുടെ കുർബാന നടപ്പാക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ സഭയെ കീറിമുറിക്കാൻ അനുവദിക്കുകയില്ലെന്ന ശപഥം. ഈ സഭയെ തീവ്രവാദികളുടെ കയ്യിലേക്ക് നൽകില്ലെന്ന ഉറച്ച നിലപാട്. ഈ സഭയിൽ പാഷാണ്ഡത അനുവദിക്കുകയില്ലെന്ന ശക്തമായ പ്രഖ്യാപനം. ഈ സഭയിൽ ശീഷ്മ വിഭാഗീയത അനുവദിക്കുകയില്ലെന്ന ചങ്കുറപ്പോടെയുള്ള പ്രഖ്യാപനം. തീർന്നില്ല. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന ഒരു സഭാ നേതൃത്വം വേണ്ടെന്ന വലിയ പ്രഖ്യാപനമായിരുന്നു അത്. നുണകൾ ആവർത്തിക്കുന്ന നേതൃത്വം വേണ്ടെന്ന പ്രഘോഷണം. നട്ടലില്ലാത്ത, നിലപാടില്ലാത്ത നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന ഉറച്ച അറിയിപ്പ്. പശ്ചാത്തപിക്കാത്ത യൂദാസമാരെ ആലിംഗനം ചെയ്യരുതെന്ന താക്കീത്. സഭയുടെ കുർബാന മാത്രം മതി എന്ന ശക്തമായ സന്ദേശം.
ഏകം സ്വതന്ത്ര സഭയുടെ ഇല്ലിസിറ്റ് പാപം ചെയ്യില്ലെന്ന സത്യപ്രതിജ്ഞയായിരുന്നു അത്. ഇവർക്ക് എതിര് നിന്നവരുടെ രൂപവും ആകൃതിയും ഒന്ന് ഓർത്തു നോക്കൂ. എന്റെ മനസ്സിലേക്ക് വന്നത് ബൈബിളിലെ ഗോലിയാത്തിനെയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം, സാമുവേല് 17, 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ, ഫിലിസ്തരുടെ പാളയത്തിൽ നിന്ന് ഗത്ത് ദേശക്കാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുമ്പോട്ട് വന്നു. 6 മുഴവും 1 ചാണും ഉയരമുള്ള രാക്ഷസ രൂപനായിരുന്നു അവൻ. 9.9 അടി ഉയരം. അവന്റെ തലയിൽ ഓടുകൊണ്ടുള്ള പടത്തൊപ്പി ഉണ്ടായിരുന്നു. 5000 ശക്കൽ തൂക്കമുള്ള ഒരു പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയുണ്ടായിരുന്നു. പിച്ചള കൊണ്ടുള്ള വേല് തോളിൽ തൂക്കിയിട്ടിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന് ഉരുളിന്റെ ഘനമുണ്ടായിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള അതിന്റെ അലകിന് 600 ശക്കൽ ഭാരമുണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവന്റെ മുമ്പേ നടന്നു. ഗോലിയാത്ത് ഇസ്രായേൽ പടരെ നേർ കട്ടകസിച്ചു. നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്തീനാണ്. നിങ്ങൾ സാവോളിന്റെ സേവകന്മാരല്ലേ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കുക, അവൻ എന്നെ നേരിടാൻ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം വെട്ടി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾ അടിമകളായി ഞങ്ങൾക്ക് വേല ചെയ്യണം. ഫിലിസ്തീൻ പിന്നെയും തുടർന്നു, ഞാനിത് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. എന്നോട് മല്ലയുദ്ധം ചെയ്യാൻ ഒരാൾ വിട്ടുതരുവിൻ. ഫിലിസ്തീന്റെ വാക്കുകൾ സാവൂളും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ അവർ സംഭ്രാന്തരായി പേടിച്ചു വിറച്ചു. ഈ ഗോലിയാത്തിനെ കുറിച്ചൊക്കെയുള്ള ഈ വർണ്ണന, ബൈബിൾ നൽകുന്ന വർണ്ണന കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആരുടെയെങ്കിലും രൂപങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. അതാണ് തിരുവചനത്തിന്റെ ശക്തി. തിരുവചനം അങ്ങനെയാണ്. എല്ലാ കാലത്തും അതിനർത്ഥമുണ്ടാകും. ഇങ്ങനെയുള്ള ഗോലിയാത്തുമാര് നമുക്കെതിരെ നിന്നപ്പോൾ നമുക്ക് ആരെയാണ് കർത്താവ് തന്നത്? കോമളനായ ദാവീദിനെ പോലെയുള്ള കുറച്ച് ആളുകളെ. വലിയ ആയുധമൊന്നുമില്ല. കോടതി എന്നൊരു കവണ, നിയമം എന്നൊരു കല്ല്, ദാവീദിനെ പോലുള്ള വക്കീലന്മാര്, പിന്നെ അവർ പിന്തുണയ്ക്കുന്ന കുറച്ച് ജനം. ഈ ഫിലിസ്തീനായ ഗോലിയാത്ത് ദാവീദിനോട് അടുത്തു. അയാളുടെ പരിചയക്കാരൻ മുൻപേ നടന്നു. ഫിലിസ്തീൻ ദാവീദിനെ നോക്കി. ആ ഫിലിസ്തീന് പുച്ഛം തോന്നി. എന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഈ ഫിലിസ്തീനായ ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനെന്താ പട്ടിയോ? അവൻ തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്തീനായ ഗോലിയാത്ത് വീണ്ടും ദാവീദിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, വരൂ. ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി കൊടുക്കുന്നുണ്ട്. ദാവീദ് ഫിലിസ്തീനായ ഗോലിയാത്തിനോട് പറഞ്ഞു, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യാഹ്വയുടെ നാമത്തിലാണ് വരുന്നത്. യാഹ്വെ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല ഛേദിച്ചു കളയും. മാത്രമല്ല, ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. വാളും കുന്തവും കൊണ്ടല്ല യാഹ്വെ രക്ഷിക്കുന്നതെന്ന് ഈ ജനത അറിയാൻ ഇടയാക്കും. യുദ്ധം യാഹ്വയുടേതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്തീൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് തീർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു. കവണയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ തന്നെ തറച്ചു കയറി. അവൻ മുഖം കുത്തി കവിഴ്ന്നു വീണു. അങ്ങനെ ദാവീദ് കല്ലും കവണയും കൊണ്ട് ഫിലിസ്തീനെ നേരിട്ട് അവൻ എറിഞ്ഞു വീഴ്ത്തി. ഫിലിസ്തീനെ കൊന്നു മുടിച്ചു. ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. അതിനാൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിയെടുത്തു. തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഫിലിസ്തര് ഓടിക്കളഞ്ഞു. ഇതാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ വലിയ ആയുധങ്ങളില്ലായിരുന്നു. ദാവീദിന്റെ കയ്യിലെ പോലെ ഒരു കവണ, ഏതാനും കല്ലുകൾ,
കോടതി, നിയമം, നമ്മുടെ വക്കീലന്മാർ, അവർ പിന്തുണയ്ക്കുന്ന ചെറിയൊരു ജനം. കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും കേസ് വാദിച്ച് ജയിക്കുന്ന വക്കീലന്മാരെ അഭിനന്ദിക്കുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ആവേശം ചോരാത്തവരെ സല്യൂട്ട് ചെയ്യുകയാണ്. 3 മാസം ബസിലിക്കയിൽ നിന്ന് ഇറങ്ങാതെ ആത്മീയ ശക്തി കാണിച്ചവരെ സല്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ അവരെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിഗീതം പാടുന്നു. നിങ്ങളുടെ മുമ്പിൽ ഗോലിയാത്തിനെ പോലുള്ള സർവാധിപത്യം തോറ്റു തുന്നം പാടിയില്ലേ? ബസിലിക്കൽ നിന്ന് ഇവരെ ഇറക്കി വിടൂ എന്ന് ഹൈക്കോടതിയോട് കെഞ്ചേണ്ടി വന്നില്ലേ? സർവാധിപത്യത്തെ മധ്യസ്ഥ ചർച്ചയുടെ മേശയിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവന്നില്ലേ നമ്മള്? ഇതിൽ പരം എന്ത് വിജയമാണ് കർത്താവ് നമുക്ക് നൽകേണ്ടിയിരുന്നത് ഈ ഘട്ടത്തിൽ? ആരാണ് നമുക്ക് ശക്തി പകരുന്നത്? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ, പുത്രൻ തമ്പുരാൻ അയക്കുന്ന പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹായുടെ ആവാസം, അഭിഷേകം, അതാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ആരാണ് നമ്മുടെ കൂടെയുള്ളത്? സെന്റ് മേരീസ് ഭദ്ര ദേവാലയത്തിലെ തയോത്തോക്കോസ്, നമ്മുടെ അമ്മ. പൗരത്യ സുറിയാനി സഭയെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകളും കൂടെയുണ്ട്. നോമ്പുകാലമായതിനാൽ പടക്കവും ശിങ്കാരിയും മേളവും ഒക്കെ നമ്മൾ ഒഴിവാക്കി. എന്നാൽ വിജയഭേരിയുടെ ഗാംഭീര്യം ചോരാതെ, സഭാമക്കളുടെ വിശ്വാസവാശി ചോർന്നു പോകാതെ അതിഗംഭീരമായ പ്രഖ്യാപനമായിരുന്നു അത്. ഏകീകൃത കുർബാന മാത്രം മതി. മാർപ്പാപ്പ അംഗീകരിച്ച, സിനഡ് അംഗീകരിച്ച കുർബാന മാത്രം മതി. ഇല്ലിസിറ്റ് സമവായ ചതിവായം വേണ്ടേ വേണ്ട. അതെ, ഇത് പുതിയൊരു കൂനൻ കുരിശ് സത്യമാണ്. മാർപ്പാപ്പ അനുസരിക്കാത്ത മെത്രാന്മാർ നമുക്ക് വേണ്ടേ വേണ്ട എന്ന സത്യപ്രതിജ്ഞയാണ്, രക്തപ്രതിജ്ഞയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ഇതൊരു പ്രഖ്യാപനമാണ്. നെഞ്ചിൻ കൂടിനുള്ളിൽ നിന്ന് വരുന്ന പ്രഖ്യാപനം. പ്രാണൻ കൊടുത്തും ഈ സുറിയാനി സഭയെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം. ജീവൻ കൊടുത്തും ഏകീകൃത കുർബാന പ്രാബല്യത്തിലാക്കുമെന്ന പ്രഖ്യാപനം. ഈ സഭയെ മത തീവ്രവാദികൾക്ക് ചെണ്ട കൊട്ടാനിട്ട് ഇട്ടുകൊടുക്കില്ല എന്ന പ്രഖ്യാപനം. ഇതൊരു പുതിയ കൂനൻ കുരിശ് സത്യമാണ്, സത്യപ്രവർത്തനമാണ്, സത്യപ്രതിജ്ഞയാണ്. ഇങ്ങനെ വന്നുകൂടി വലിയ പ്രഖ്യാപനം നടത്തിയ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം വർഷിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.